വിശദമായ വാർത്തയിലേക്ക്. കൊച്ചി പുറം കടലിലെ ലഹരി വേട്ടയിൽ സമാന്തര അന്വേഷണവുമായി എൻഐഎയും എടിഎസും. പാക് പൌരനെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തു. രാജ്യത്ത് സാമ്പത്തിക അസ്ഥിരത സൃഷ്ടിക്കാൻ രാജ്യാന്തര ബന്ധമുള്ള ലഹരി മാഫിയ നീക്കം നടത്തിയതായി സൂചന. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ, സമാന്തര അന്വേഷണമാണ് എടിഎസും എൻഐഎയും നടത്തുന്നത്. ഏതു തരത്തിലായിരിക്കും അന്വേഷണം? തന്നെ കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ പുറം കടലിൽ വെച്ച് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒറ്റ ദിവസം നടന്ന ലഹരി വേട്ടയിൽ 25,000 കോടിയിലധികം രൂപ വിലമതിക്കുന്ന മെറ്റാമെറ്റഫൈൻ ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തത്. അതുമായി ബന്ധപ്പെട്ട് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഇന്ത്യൻ നേവിയും നടത്തിവന്ന അന്വേഷണത്തിന് പുറമെയാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളായ എൻഐഎയും ഒപ്പം തന്നെ ഭീകരവിരുദ്ധ സ്ക്വാഡ് അഥവാ എടിഎസും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പാക് പൗരനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അതായത് ഇയാൾ നേരത്തെയും ലഹരി കടത്തിൽ നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ എൻസിബിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ സഞ്ജയ് കുമാർ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് രക്ഷപ്പെട്ടു പോയ രണ്ട് ബോട്ടുകൾ, ആ രണ്ട് ബോട്ടുകളിൽ ഉണ്ടായിരുന്ന മറ്റു പൗരന്മാർ, ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ പുറം കടലിൽ ഉൾപ്പെടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുവരെയും അവർ പിടിയിലായതുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും തന്നെ അന്വേഷണ സംഘങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ നിലവിൽ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പാക് പൗരനെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭ്യമായ സൂചനകൾ പ്രകാരം ഇന്ത്യയുടെ ആഭ്യന്തര സാമ്പത്തിക രംഗത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില അട്ടിമറി നീക്കങ്ങൾ അത് രാജ്യാന്തര ബന്ധമുള്ള ഭീകര അല്ലെങ്കിൽ ലഹരി മാഫിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായുള്ള സൂചനകൾ അവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് ബലപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഈ ചോദ്യം ചെയ്യലിൽ ലഭ്യമായിരിക്കുന്ന മൊഴികളും. അതുകൊണ്ട് തന്നെ ആ വഴിക്കാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇയാൾ പറഞ്ഞിരുന്നത് ഈ കൺസൈൻമെന്റ് ശ്രീലങ്ക ലക്ഷ്യമാക്കിയാണ് നീങ്ങിയിരുന്നത് എന്നാണ്. പക്ഷേ അത് പൂർണ്ണമായും അന്വേഷണ ഏജൻസികൾ വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇന്ത്യയിലേക്കും പ്രത്യേകിച്ച് പുറം കടലിൽ നിന്ന് കേരള തീരത്തേക്കടക്കം ഈ മെറ്റാമെറ്റഫൈൻ ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ലഹരി മാഫിയ നടത്തിയിരുന്നു, ആസൂത്രണം ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം നടക്കുന്നത്. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക. സമാന്തര അന്വേഷണത്തിന് സഹായവുമായാണ് ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ധന്യ. മലപ്പുറം കൊണ്ടോട്ടിയിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ 9ാം പ്രതിയുമായി തെളിവെടുപ്പ്. പ്രതി സൈനുൽ ആബിദുമായാണ് രാജേഷ് മാഞ്ചിയെ മർദ്ദിച്ച സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഫോറൻസിക് സംഘം സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. സിവി അനുമോദ് ചേരുന്നു. അനുമോദ്, ഇപ്പോഴും തെളിവെടുപ്പ് നടക്കുകയാണോ? ധന്യ, കോഴിക്കോട് ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം, രണ്ടംഗ സംഘത്തിന്റെ ഈ സ്ഥലത്തുള്ള പരിശോധനകൾ പൂർത്തിയായി. അവർ മടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 9ാം പ്രതി സൈനുൽ ആബിദിനുമായിട്ടുള്ള തെളിവെടുപ്പും പൂർത്തിയായിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ന് ഉണ്ടായത്. ഈ 9ാം പ്രതിയായിട്ടുള്ള സൈനുൽ ആബിദിനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന തെളിവായ CCTV ദൃശ്യം അത് നശിപ്പിക്കാൻ ശ്രമിച്ചത്. തൊട്ടടുത്തുള്ള മദ്രസ ബിൽഡിംഗിലെ ഓഫീസ് കെട്ടിടത്തിൽ കയറി ഈ CCTV ദൃശ്യങ്ങൾ ടാമ്പർ ചെയ്യാൻ, നശിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കേസിലെ ഇരയായ അതെങ്കിൽ രാജേഷ് മാഞ്ചിയുടെ രക്തം കലർന്ന ടീഷർട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചത്, ഒളിപ്പിക്കാൻ ശ്രമിച്ചത് ഇയാളാണെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതുപ്രകാരമുള്ള തെളിവെടുപ്പാണ് സൈനുൽ ആബിദിന്റെ പൂർത്തിയാക്കിയിട്ടുള്ളത്. രണ്ടാമതായിട്ട് ഈ കേസിൽ പ്രതികൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മോഷ്ടിക്കാൻ കയറിയപ്പോൾ താഴെ വീണ പരിക്ക് രാജേഷ് മാഞ്ചിക്കുണ്ട് എന്നുള്ളതാണ്. ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് വിദഗ്ധരാണ് ഇപ്പോൾ ഇവിടെ എത്തി രാജേഷ് മാഞ്ചിയുടെ ശരീരത്തിൽ അതുമായി ബന്ധപ്പെട്ട്, അതായത് മുകളിൽ നിന്ന് താഴേക്ക് വീണാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ഈ വീട്ടിലെത്തി, ഈ സ്ഥലത്തെത്തി കെട്ടിടത്തിന്റെ ഉയരം, അയാൾ വീണു എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഉയരം, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പരിശോധിച്ചിട്ടത്. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളും ഇതിനോടകം തന്നെ പിടിയിലായിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളുടെ സഹായത്തോടുകൂടി കേസ് കുറെ കൂടി ആധികാരികമായി ഉറപ്പിക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. തിരുവനന്തപുരം ബാലരാമപുരത്തെ മതപഠനശാലയിൽ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം. അസ്മിയെ അന്വേഷിച്ച് മദ്രസയിലെത്തിയ മാതാവിനെ അസ്മിയെ കാണാൻ അനുവദിച്ചില്ലെന്നാണ് പരാതി. 2 മണിക്കൂറിന് ശേഷം മകളെ കാണാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് ബഹളം വെച്ചപ്പോഴാണ് സംഭവം അറിഞ്ഞത്. ലൈബ്രറിയിൽ മകളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഇത് ആത്മഹത്യ തന്നെയാണോ എന്ന് സംശയമുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. ഐശ്വര്യ അനിൽ ചേരുന്നു. ഐശ്വര്യ, ഇത് ബന്ധുക്കളുടെ സംശയമുണ്ട് ആത്മഹത്യയാണോ എന്നുള്ളത്. മറ്റൊന്നൊരു മതപഠന സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നു. മുമ്പും ഇതുപോലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്?
ധന്യ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ബാലരാമപുരത്തെ മതപഠനശാലയിൽ അസ്മിയ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആ സാഹചര്യത്തിൽ, അതായത് അസ്മിയെ മരിച്ച നിലയിൽ കാണുന്നതിന് മുൻപ് ഏതാണ്ട് 2 മണിയോടുകൂടി അസ്മി മാതാവിനെ വിളിക്കുകയും കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇവിടെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഈ അസ്മിയുടെ മാതാവ് ബാലരാമപുരത്തെ മതപഠനശാലയിൽ എത്തുകയും ചെയ്തു. പക്ഷേ അവിടെ ഏതാണ്ട് 1.5-2 മണിക്കൂർ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അസ്മി കുളിക്കുകയാണെന്നാണ് അവിടെ എത്തിയപ്പോൾ ഇതിന്റെ മതപഠനശാലയുടെ അധികൃതർ അറിയിച്ചത്. പക്ഷേ 2 മണിക്കൂർ കാത്തിരുന്നിട്ടും മകളെ കാണാനാകാത്തതോടെ അവിടെ അവർ ബഹളമുണ്ടാക്കുകയും ചെയ്തു. തുടർന്നാണ് ലൈബ്രറിയിൽ, അതായത് കുളിക്കുകയായിരുന്നു എന്നാണ് ആദ്യം അധികൃതർ പറഞ്ഞത്. തുടർന്ന് ലൈബ്രറിയിലാണ് മകൾ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ കണ്ട സാഹചര്യങ്ങളൊക്കെ ദുരൂഹതയുണ്ട് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അതിലവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. നിലവിൽ ഈ ഒരു ബാലരാമപുരത്തെ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ അന്വേഷണം തൃപ്തികരമാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം വേണം. എന്ത് സാഹചര്യത്തിലാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന് അറിയണം. ആരുടെയെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ, ആരെങ്കിലും അത്തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ? ഈ മദ്രസയിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഈ അസ്മിയ നേരിട്ട് വീട്ടുകാരോടോ അല്ലെങ്കിൽ ഫോൺ വഴിയോ ഏതെങ്കിലും തരത്തിൽ ഇത് അറിയിച്ചിരുന്നോ? അത്തരത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതായി അസ്മിയെ അറിയിച്ചതിനെ തുടർന്നാണ് അസ്മിയുടെ മാതാവ് അവിടെ എത്തിയത്. കാരണം അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ചില മോശമായ അനുഭവം ഉണ്ടായി എന്ന രീതിയിൽ അസ്മിയ മാതാവിനെ വിളിച്ച് പറഞ്ഞിരുന്നു. തുടർന്നാണ് അസ്മിയുടെ അമ്മ അങ്ങോട്ടേക്ക് ചെല്ലുന്നതും അസ്മിയെ കാണണമെന്ന് ആവശ്യപ്പെടുന്നതും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അധികൃതർ പറഞ്ഞത് ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ പോകാമെന്നായിരുന്നു. പക്ഷേ ഈ അസ്മിയുടെ അമ്മ പറഞ്ഞത് വിളിച്ചുകൊണ്ട് പോകാനല്ല വന്നത്, മകളെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ളതായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അസ്മിയ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്തായാലും ഇതിൽ ദുരൂഹതകൾ മറനീക്കി പുറത്തു വരേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അസ്മിയ മരണപ്പെട്ടത്, അത് ആത്മഹത്യ തന്നെയാണോ? പ്രത്യേകിച്ച് ഈ കുടുംബം ഇങ്ങനൊരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇത് ആത്മഹത്യയല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സംശയമുണ്ട് എന്ന രീതിയിൽ ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത് വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇവിടെ യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ല എന്നുള്ള ആരോപണം കൂടി ഈ മദ്രസയ്ക്കെതിരെ ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ് അസ്മിയുടെ കുടുംബത്തിന്റെ ആവശ്യം. ഈ പരാതി എവിടെയെങ്കിലും നൽകിയിട്ടുണ്ടോ? ഇപ്പോൾ എന്താണ് ഇനി കുടുംബത്തിന്റെ നീക്കം എത്തരത്തിലായിരിക്കും? കാരണം ഈ മതപഠന സ്ഥാപനമൊക്കെ സർക്കാരിന്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് കാലങ്ങളായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് നമ്മുടേത്. അപ്പം ഏതെങ്കിലും തരത്തിൽ എങ്ങനെ നിയമപരമായി നേരിടാനാണ് ഈ പാരന്റ്സ് ഉദ്ദേശിക്കുന്നത്? ധന്യ, നിലവിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു അന്വേഷണം പുരോഗമിക്കട്ടെ, അതിൽ അന്തിമ തീരുമാനം ഉണ്ടാകട്ടെ എന്നുള്ള നിലപാടിലാണ് കുടുംബം. പക്ഷേ അസ്മിയയ്ക്ക് നീതി ഉറപ്പാക്കാനായി ഏതറ്റം വരെയും പോകും, എന്ത് നിലപാടും എടുക്കും എന്നുള്ള ഒരു കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാരണം അസ്മിയയ്ക്ക് നീതി ഉറപ്പാക്കണം. മറ്റൊരു കുട്ടിക്കും ഇത്തരത്തിലുള്ള അവസ്ഥ, മതപഠനശാലയിൽ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് അസ്മിയയുടെ കുടുംബത്തിന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ അസ്മിയയ്ക്ക് നീതി ഉറപ്പാക്കാനായി പോലീസിന്റെ സഹായം തേടുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിൽ അവർ തൃപ്തരാണ് എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഈ അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ടെങ്കിൽ അവർ അതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ശരി, നന്ദി ഐശ്വര്യ. എന്തായാലും കൃത്യമായ നടപടിയിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ അധ്യാപകർ തുടർച്ചയായി ഇത്തരത്തിൽ പീഡിപ്പിച്ചും ഉപദ്രവിച്ചുമൊക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ആ അവസ്ഥ ഈ കേസിൽ ഉണ്ടാകാതിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യം, മദ്രസയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലെന്നും ഒക്കെയാണ് ആരോപണം. ഈ കുട്ടി നേരത്തെ ഇത് വീട്ടുകാരെ അറിയിച്ചിരുന്നു. അതുപ്രകാരം വീട്ടുകാർ എത്തിയപ്പോഴാണ് ഉസ്താദും മദ്രസ അധ്യാപകരും ഉപദ്രവിച്ചുവെന്ന്, ഉടൻ രക്ഷിക്കണമെന്നൊക്കെ ഈ പെൺകുട്ടി വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു. പൂട്ടിയിരിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള സന്ദേശമുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. 17 വയസ്സുകാരിയാണ്. ഈ മതപഠന സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള കേസുകൾ സമീപകാലങ്ങളിൽ നിരവധി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ആരൊക്കെ ശിക്ഷിക്കപ്പെട്ടു, ആരൊക്കെ ഈ കേസുകളിൽ നിന്ന് പുറത്തുപോയി എന്നൊക്കെയുള്ളതിൽ വിശദമായ അന്വേഷണം നടത്തുകയും ഇനി ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നിയമപരമായുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ബന്ധുവിന്റെ വാക്കുകളിലേക്ക്. മകളെ കാണാൻ വേണ്ടി താല്പര്യപ്പെട്ടപ്പോൾ അകത്ത് നിന്ന് ഉസ്താദുമാർ ആ സമയത്ത് കാണിച്ചു കൊടുക്കാൻ സമയമെടുത്തിട്ടില്ലായിരുന്നു. ഈ അമ്മയുടെ അമ്മയും ചോദിക്കുമോ എൻ്റെ മകളെ എങ്ങൊന്ന് കാണിച്ചതാന്ന് ചോദിക്കുമ്പോൾ ദൂരെ മകളെ കാണിച്ചു കൊടുക്കുന്നില്ല. അമ്മയുടെ അമ്മ അകത്തോട്ട് ചാടി
സൗണ്ട് ഉണ്ടാക്കി കയറിപ്പോയി. എൻ്റെ മകളെ അന്വേഷിച്ച് പോകുന്ന സമയത്താണ് മകൾ തൂങ്ങി നിൽക്കുന്നൊരു വ്യവസ്ഥ ഈ അമ്മയുടെ അമ്മ കാണുകയായിരുന്നു. എന്ത് കാരണം കൊണ്ടിട്ടാണ് നിങ്ങൾ ഈ ബോഡി അഴിച്ചു താഴെ ഇട്ടു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ സ്ഥാപനത്തിൻ്റെ ആൾക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല? ഫസ്റ്റ് സ്റ്റേജ് എന്ത് കാരണത്തിൽ കൊടുത്തിട്ടില്ല? എന്തുകൊണ്ട് അത് ഹോസ്പിറ്റൽ സംബന്ധം അന്വേഷിച്ചിട്ടില്ല? ഇതാണ് നമ്മുടെ ഇത്. മകൾ കുളിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതും വെയിറ്റ് ചെയ്തിട്ടാണ് 1.5 മണിക്കൂർ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത്. ഈ അകത്ത് എൻ്റെ മകൾ ഈ കുളിമുറിക്കകത്തിരുന്ന എൻ്റെ മകൾ എങ്ങനെ ലൈബ്രറിക്കകത്ത് വന്ന് ഈ തൂങ്ങിയ വ്യവസ്ഥയിൽ നിൽക്കുന്നു? ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട്, അതൊന്ന് അന്വേഷിക്കണം. രണ്ടാമത്തെ വിഷയം, ഞങ്ങളുടെ മകൾ ഇതുപോലെ ബോഡി കൊണ്ട് സ്വന്തം അമ്മ മകളെയും കൊണ്ട് മടിയിൽ വച്ച് ഓട്ടോറിക്ഷയുടെ മടിയിൽ വച്ച് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചോദിച്ചു പോവാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ഉണ്ടോ ചോദിച്ചുകൊണ്ടോ അങ്ങനെ പോകുന്ന സമയത്ത് പോലും ഈ അധികൃതർ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല? ഫസ്റ്റ് സ്റ്റേജ് എന്ത് കൊണ്ടുപോയില്ല? ആംബുലൻസ് ഇല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ബോഡി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഇൻഫർമേഷൻ ചെയ്യേണ്ടത് അടുത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കേണ്ടത്. എന്തുകൊണ്ട് അതിർത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടില്ല? ഗുരുതര ആരോപണമാണ്. ഈ ബന്ധുക്കൾ പറയുന്നത് ശരിയാണെങ്കിൽ കടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റു വാർത്തകളിലേക്ക് എത്താം. ഇടവേള. എന്നുള്ളതിൽ നിന്നൊന്ന് മാറ്റിയിട്ട്, അതായത് ഡി കെ ശിവകുമാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം, PCC അധ്യക്ഷൻ എന്നുള്ള രീതിയിലേക്ക് ഒരു നിർദ്ദേശം AICC നൽകാനുള്ള സാധ്യതയുണ്ടോ? AICC ആദ്യം മുന്നോട്ട് വെക്കാൻ പോകുന്ന ഫോർമുല ചിലപ്പോൾ 50-50 എന്നായിരിക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഫോർമുലയായിട്ടായിരിക്കാം പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം പോലും വിട്ടുകൊടുക്കാൻ DK ശിവകുമാർ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒരിക്കലും ഏറ്റെടുക്കേണ്ട സാധ്യത കുറവായിരിക്കും. തന്നെ ഈ രണ്ടുപേരെയും പിന്നെ പുതിയൊരു PCC അധ്യക്ഷനെ കൊണ്ടുവരാൻ ഈ ഘട്ടത്തിൽ തയ്യാറാകുമെന്നുള്ളത് ഈ സംസ്ഥാനത്തെക്കാൾ നിർണായകമായ പാർലമെന്റ് ഇലക്ഷൻ മുന്നിൽ നിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് യന്ത്രത്തെ വളരെ കൃത്യമായി ചലിപ്പിച്ച ശിവകുമാർ തന്നെ ആ സ്ഥാനത്ത് തുടരണം എന്നുള്ളതാവാം അദ്ദേഹത്തിന്റെ സ്ഥാനം. എന്തായാലും ഡൽഹിയിൽ നിന്നുള്ള നമ്മുടെ പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നുള്ള സൂചന അനുസരിച്ച് എന്തെങ്കിലും ഫോർമുലയുണ്ടെന്ന് ഹൈക്കമാൻഡ് സമ്മതിക്കുന്നില്ല, സ്വാഭാവികം. ഇനി ഫോർമുല ഉണ്ടെങ്കിൽ പോലും അത് പ്രഖ്യാപിക്കില്ല എന്നുള്ള സൂചനയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. ഫോർമുല ഉണ്ടാവാം, ഫോർമുല പറഞ്ഞ് ഇവരെ അനുനയിപ്പിച്ചാലും ഒരു ഔപചാരിക പ്രഖ്യാപനം ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല, ഞാനത് ഹൈക്കമാൻഡിന് വിട്ടുകൊടുത്തു എന്നാണ് നമ്മുടെ ലേഖകരോട് DK ശിവകുമാർ പറയുന്നത്. രോഹിണി, ഒരു ഫോർമുല തയ്യാറായിട്ടുണ്ട് എന്നുള്ള സൂചനകളാണല്ലോ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. അതായത് ആദ്യ 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷം സിദ്ധരാമയ്യയും പിന്നീട് DK ശിവകുമാറും. പക്ഷേ DK ശിവകുമാർ ഇതിന് വഴങ്ങുമോ എന്നുള്ളത്, സിദ്ധരാമയ്യെ പൂർണ്ണമായി തഴഞ്ഞ് ശിവകുമാറിനെ മുഴുവൻ സമയ മുഖ്യമന്ത്രിയായി തുടക്കത്തിൽ തന്നെ അവരോധിച്ചാൽ അത് പാർട്ടിയിലും ജനങ്ങളിലും ഉണ്ടാക്കുന്ന ഒരു പ്രതികരണം, റിയാക്ഷൻ എന്താവും? എന്താണ് രോഹിണി അറിയുന്ന വിവരങ്ങൾ? ഞാനിപ്പോ കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ സംസാരിച്ചപ്പോ പറഞ്ഞത് ഒരു 50-50 ഫോർമുല ആണ് ഹൈക്കമാൻഡും സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് സിമ്പിൾ റീസൺ, കാരണം ലോക്സഭ ഇലക്ഷൻ 2024 ലോക്സഭ ഇലക്ഷൻസ് ആണ്. ഈ 5 പ്രോമിസസ് കോൺഗ്രസ് പറഞ്ഞപ്പോ 5 പ്രോമിസസ് ദേ ഹാവ് മേഡ്, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ദേ ഹാവ് ടു ഇംപ്ലിമെന്റ് ഇറ്റ്. ബിക്കോസ് the BJP attacked the Congress saying that they gave these promises but did not show that in Himachal Pradesh or in other states that they won. So അതിനു വേണ്ടി ഒരു അഡ്മിനിസ്ട്രേറ്റർ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടി വരും. അപ്പോൾ അത് 50, അപ്പോൾ സിദ്ധരാമയ്യാണ്, he is the most capable, but the contribution of DK Shivkumar cannot be this thing at this point of time. So അതിന് DK Shivkumar ബാലൻസ് ചെയ്യാൻ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അല്ല, ചീഫ് മിനിസ്റ്റർ ആയിട്ട് 30 months സിദ്ധരാമയ്യയും 30 months DK Shivkumarന്റെ ഫോർമുല ആണ് ഇപ്പോൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. Because that is the only peaceful way things can work out. If you give the decision to the legislators, MLAs in the കയ്യിൽ decision കൊടുത്തെങ്കിൽ അവര് സിദ്ധരാമയ്യന്റെ ഫേവറിൽ വോട്ട് ചെയ്യും. But if it is given in the high command hands, അത് സോണിയാഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആൻഡ് ഖർഗെ, they are more favorable to ശിവകുമാർ. So ഒരു ബാലൻസ് വേണമെങ്കിൽ അത് രണ്ടുപേരും 50-50 ആയിട്ട് കൊടുക്കാനാണ് ഒരു പ്ലാൻ. മാത്രമല്ല, if Siddaramaiah is not given the post and DK Shivkumar is given the post, there will be a revolt within the Congress. Factionalism varum, Congress split varan chance unda, because DK Shivkumar is a loyal Congress worker. Angere shift cheyala, he will not break. But Siddaramaiah has come from the Janata Parivar. Chances ഉണ്ട് to show that he is more powerful, അത് സ്പ്ലിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അത് ഈ സമയത്തിൽ കോൺഗ്രസിന് ആ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ല. they can't take that risk. അതിനുവേണ്ടി ഈ കോമ്പിനേഷൻ ഓഫ് 50-50 ഇതുവരെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിദ്ധരാമയ്യ ഇപ്പോൾ ഡൽഹി ഈസ് ഓൺ ഹിസ് വേ ടു ഡൽഹി, ബട്ട് DK Shivkumar ബാംഗ്ലൂരിലാണ്. End of the day, I think the formula that best
suits right now for the Congress is to balance it out between both the leaders. ഇത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും പെൺകുട്ടികൾ കാണണം കല്യാണത്തിന് മുൻപ് ആൺവീട് എന്നുള്ളതാണ്. ഇപ്പോൾ പലയിടത്തും പെൺകുട്ടികൾ മാറിക്കഴിഞ്ഞു. അത്തരത്തിൽ ആൺവീട് കണ്ട ഒരു പെൺകുട്ടിയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്, അഞ്ജു രാജു. ഇക്കഴിഞ്ഞ ദിവസം അഞ്ജുവിന്റെയും ക്രിസ്റ്റിയുടെയും വിവാഹം കഴിഞ്ഞു. അഞ്ജുവും ക്രിസ്റ്റിയും ആൺവീട് കാണലിന്റെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ വേണ്ടി ചേരുന്നുണ്ട്. സ്വാഗതം അഞ്ജു. ക്രിസ്റ്റി, ലേഡീസ് ബാൻഡിലേക്ക്. നമ്മൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയത് ഞാൻ തുടക്കത്തിലേ സൂചിപ്പിച്ചല്ലോ. കഴിഞ്ഞ ദിവസം ഈ വരന്റെ വീട് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി തിരിഞ്ഞ് വീട്ടിലേക്ക് ഓടി എന്നൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന വാർത്ത. പക്ഷേ പിന്നീട് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടും ആ കുട്ടി തിരിച്ചു പോകാൻ തയ്യാറായില്ല. അപ്പം അതിന്റെ കാരണം നമുക്ക് വളരെ വ്യക്തമാണ്. ഒട്ടും സൗകര്യമില്ലാത്ത ഒരു വീടായിരുന്നു അതുകൊണ്ട് എന്നുള്ളത്. അപ്പം നിങ്ങളുടെ കാര്യത്തിൽ അതിലൊരു മാറ്റം വരുത്തിയ ആൾക്കാരാണ്. അതായത് രണ്ട് വീടുകളും ഇഷ്ടപ്പെടുക, രണ്ടുപേരും ഇഷ്ടപ്പെടുക, എന്നിട്ടൊരു ബന്ധത്തിലേക്ക് കടക്കുക എന്നുള്ള മാർഗം, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി സ്വീകരിച്ച ആൾക്കാരായിരുന്നു. എന്തായിരുന്നു ആ സമയത്ത് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം? അതിന് നിങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഞങ്ങള് അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പം നേരത്തെ കണ്ടു പരിചയമോ അല്ലെങ്കിൽ വീട്ടുകാർ തമ്മിൽ പരിചയം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങള് മാട്രിമോണി വഴിയാണ് പരിചയപ്പെട്ടത്. അപ്പം ഞങ്ങൾ സംസാരിച്ചു. ഏറെക്കുറെ ഒരുമിച്ച് പോകാൻ പറ്റുന്ന രണ്ടാൾക്കാരാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് വീട്ടിൽ സംസാരിക്കുകയും ആദ്യമേ ക്രിസ്റ്റിയുടെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലോട്ട് കാണാൻ വരികയും ചെയ്തു. അപ്പൊ അവർക്കും ഓക്കെ ആയിരുന്നു. നമ്മുടെ വീട്ടുകാർക്കും എല്ലാം വീട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്കുമാണ് തിരിച്ച് അങ്ങോട്ട് വീട്ടിലോട്ട് കാണാൻ പോകുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പം ചടങ്ങിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും വീട്ടുകാരെല്ലാരും പോയി കാണുക എന്നുള്ളതായിരുന്നു ഒരു കസ്റ്റമറി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാൻ എന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചത്, എനിക്കും പോയി കാണണം ക്രിസ്റ്റിയുടെ വീടെന്നുള്ളത്. അപ്പം ആ സമയത്ത് ചെറിയ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും വീട്ടിലെ പ്രായമായ ആൾക്കാരുടെ അടുത്തുനിന്ന്. നമ്മുടെ അച്ഛനമ്മ അവരുടെ ആ ഒരു ജനറേഷൻ ആൾക്കാര് കുഴപ്പമില്ലാത്ത ഒരു റെസ്പോൺസ് ആയിരുന്നു. അവർക്ക് ഒരു സ്വാഗതാർഹമായ ഒരു റെസ്പോൺസ് ആയിരുന്നു. പക്ഷെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ലെവലിലെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പോകുന്ന ഒരു ചടങ്ങില്ല, അതൊരു നല്ലൊരു കാര്യം അല്ല എന്നുള്ള രീതിക്കായിരുന്നു. പക്ഷെ ഞാൻ എന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നപ്പം അവരെ എഗ്രി ചെയ്യുമായിരുന്നു ചെയ്തത്. ഓക്കെ, ക്രിസ്റ്റിയുടെ അവിടെ എങ്ങനെയായിരുന്നു? ഇപ്പം അഞ്ജു വീട് കാണാൻ വരുന്നുണ്ട്, ഇവരുടെ കൂടെ അഞ്ജുവും വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്തായിരുന്നു? ക്രിസ്റ്റിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് പെൺകുട്ടികളുടെ അവകാശമാണ് എന്ന്? പിന്നെ തോന്നിയുണ്ടാവുന്നതാണ് എന്റെ അപ്പൻ. അല്ല, ഈ സംഭവത്തിന് മുമ്പ് ഇതിലിപ്പം അഞ്ജു ആണല്ലോ ആ തീരുമാനമെടുത്തത്. അതിനു മുമ്പ് എപ്പോഴെങ്കിലും ഏതെങ്കിലും അവസരത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും. കാരണം ഇപ്പൊ നമ്മള് എന്റെ കസിൻ ചേച്ചിയുടെ കല്യാണ സമയത്തും എല്ലാം എന്നുവെച്ചാൽ അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ. കാരണം ഇപ്പൊ ഒരാളെ അറിയുക എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മളിടയ്ക്ക് ഒരു അത്യാവശ്യം കമ്പനി ആയി കഴിഞ്ഞാൽ വീട്ടിൽ വിളിച്ചോണ്ട് വരും. പിന്നെ എന്തുകൊണ്ട് ഇതിന് മാത്രം ഈ പറഞ്ഞ നാട്ടുനടപ്പ് പരിപാടി എന്നൊക്കെ പറഞ്ഞത് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഇല്ലോജിക്കൽ ആയിട്ടായിരുന്നു എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പം ആദ്യം തന്നെ എന്റെ പേരൻസിന് ഓക്കെ ആയിരുന്നു. പിന്നെ ഒരു ടയർ 2 ബന്ധുക്കൾ സ്കീമിൽ വന്നപ്പോഴത്തേനായിരുന്നു ആകെപ്പാടെ ഉള്ള ഒരു ചെറിയ എതിർപ്പുകൾ. അത് പക്ഷെ അവർക്ക് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. കാരണം പറഞ്ഞാൽ അതില് എന്നാലും ഈ നമുക്ക് മാറി ചിന്തിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അത് ആയി വരും. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ച് ഇതിനു മുന്നേയും പല വർഷങ്ങളായിട്ട് പല ആൾക്കാരും ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലെ ഇതിനു മുന്നേ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ അപ്പം അത് ജനറൽ ഇതിലോട്ട് വരണം, അത് അക്സെപ്റ്റ് ചെയ്ത്. ഇപ്പം ഞാൻ പലരോടും പറഞ്ഞത് പറഞ്ഞാൽ, നിങ്ങളൊരു 15 വർഷം കഴിഞ്ഞ് കാണാൻ പോകുന്ന കല്യാണം ഇങ്ങനെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതിന്റെ ആദ്യത്തെ ആൾക്കാരെന്നുള്ളൊരു നിലയിൽ റെപ്രസെന്റ് ചെയ്ത് വരിക എന്നുള്ള രീതിയിൽ. അല്ല, എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഒരു 10 പേര് ഒരുമിച്ച് ഈ കാര്യം ചെയ്യുമ്പോൾ അതാണ് ആചാരം എന്നതിലേക്ക് ഇത് മാറുമായിരിക്കും ഭാവിയിൽ. അത്തരത്തിൽ, അതായത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രവൃത്തി ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം തുടരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഓക്കെ ഇതും കൂടി നമ്മുടെ ആചാരമാണ്, ഞാൻ ആ വാക്ക് കോട്ടയാണ്, അങ്ങനെ അങ്ങ് ചിന്തിക്കുകയായിരിക്കും. പക്ഷേ ക്രിസ്റ്റി, അഞ്ജു, എന്ത് കാരണങ്ങളാണ് ഇപ്പൊ ഇതിൽ എതിർപ്പ് പറഞ്ഞ ഈ പ്രായമുള്ളവരായാലും എല്ലാ പ്രായത്തിലുള്ളവർക്ക് ചിലപ്പോൾ അഭിപ്രായങ്ങളുണ്ടാവും. അപ്പം എതിർത്ത് സംസാരിച്ച ആളുകൾ പ്രധാനമായിട്ടും പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് നാട്ടുനടപ്പ് എന്നുള്ളതാണ് അതിന്റെ അകത്തൊരു കാരണം പറയുന്നത്. ഒരു നാട്ടുനടപ്പ് അനുസരിച്ച് വിവാഹം കഴിഞ്ഞിട്ട് ചെറുക്കന്റെ വീട്ടിലൊക്കെ പോകുമ്പോഴാണ് ആദ്യമായിട്ട് വീട് കാണേണ്ടത്. അതാണ് ആചാരം, നാട്ടുനടപ്പ്. അത് നമ്മൾ ലംഘിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആയിട്ട് പറഞ്ഞത്.
കറണ്ട് പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് നോക്കുന്ന ടീംസാണ് നമ്മൾ മലയാളികൾ. നമ്മളെല്ലാം അപ്പുറത്താണ് കൂടുതലും നോട്ടം. അതുകൊണ്ടാണ് ഈ മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മെയിൻ പ്രശ്നങ്ങൾ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സില് നിങ്ങളുടെ വിവാഹത്തിന് ശേഷം മറ്റാരെങ്കിലും ഇത് അടിപൊളി പരിപാടിയാണ് എന്നാൽ ഞങ്ങളും ഇങ്ങനെ ചെയ്യാം അങ്ങനെ ഒരു തീരുമാനം എടുത്തവരുണ്ടോ? അത് നടപ്പിലാക്കിയ ആളുകളുണ്ടോ? അതിനും ഉണ്ട്. എന്റെ അടുത്ത് തന്നെ ഇപ്പൊ 2-3 കസിൻ ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാര്. അന്ന് പറ്റിയില്ല, നീ ഇപ്പം ചെയ്തു എന്തായാലും നന്നായി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പം 2-3 ഫ്രണ്ട്സ് ആണെങ്കിലും ഇനി കല്യാണം വരുമ്പോ ഞങ്ങളും ഇതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എനിക്കൊന്ന് ഈ അറേഞ്ച്ഡ് മാരേജ് അങ്ങനെ ഒരു വ്യവസ്ഥിതി അത് തുടരുന്നിടത്തോളം കാലം ഈ പറയുന്ന പെണ്ണ് കാണൽ പോലെ ആണ് കാണലും തുടരണം, ഇല്ലെങ്കിൽ അത് നടക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ശരിയെന്ന്. പക്ഷേ ഇപ്പം നിങ്ങളുടെ കേസിൽ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ്, കുറച്ചുകൂടി ആളുകളെ പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. പക്ഷെ മറ്റു പല കേസുകളും ഉണ്ട്. ഇപ്പം നമുക്ക് ഇപ്പം മാട്രിമോണി അല്ലാതെ തന്നെ വരുന്ന ഇപ്പം 2 കുടുംബങ്ങളും അറിയുന്ന ആളുകളാണെങ്കിൽ പോലും അവിടെ ആ പെൺകുട്ടിക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ലാത്ത ഒരു വലിയ പ്രശ്നമുണ്ട്. പിന്നീട് പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പങ്കുവെക്കാമോ? ഞാനിപ്പം ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ വന്ന ന്യൂസിന്റെ ഒക്കെ താഴെ കമന്റ്സ് വായിച്ചപ്പോഴും ഉണ്ടായിരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കമന്റ്, വീട്ടുകാർ പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഉറപ്പിക്കുന്നത്, അവർക്ക് നല്ലതെന്ന് തോന്നുന്നതായിരിക്കുമല്ലോ ഉറപ്പിക്കുന്നത്, അവരുടെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ നമ്മൾ അങ്ങനെ നമ്മൾ തന്നെ പോയി കാണണമെന്ന് നിർബന്ധം പിടിക്കുന്നതെന്നുള്ള രീതിക്ക് ഞാൻ വായിച്ചിരുന്നു. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാരുടെ ഇഷ്ടങ്ങളും പെൺകുട്ടികളുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇഷ്ടം ആൺകുട്ടിയുടെ ഇഷ്ടം എപ്പോഴും ഒരുപോലെ തന്നെ ആയിരിക്കണമെന്നില്ല. അവര് 2 ജനറേഷനിലുള്ള ആൾക്കാരാണ്, 2 രീതിയിലുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്, 2 രീതിയിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പം എപ്പോഴും നമുക്ക് നമ്മുടേതായ ഒപ്പീനിയനും താല്പര്യങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം അത് റെസ്പെക്ട് ചെയ്യുക. അപ്പം ആരാണോ ഒരു പുതിയ ഡിസിഷൻ എടുക്കേണ്ടത്, പുതിയൊരു ലൈഫിലേക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്, അവരുടെ ഇഷ്ടമായിരിക്കണം അവിടെ ഏറ്റവും ഫസ്റ്റ് പ്രെഫറൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇതിൽ ഞാൻ കണ്ട ഇപ്പം അഞ്ജു പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കമന്റുകൾ ഒരുപാടുണ്ട്. ഒരുപാട് വർഷം പുറകിൽ ഇപ്പോഴും ജീവിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മൾ പറയില്ലേ അവർക്ക് ബസ് കിട്ടിയിട്ടില്ല ഇങ്ങോട്ട് എത്താനുള്ള, അതുപോലെയുള്ള മനുഷ്യരുണ്ട്. അപ്പം അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം, ഏത് വീട്ടിൽ ചെന്ന് കയറിയാലും എന്നൊരു സാധനമുണ്ട്. എനിക്കത് മനസ്സിലായില്ല എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കാരണം നമ്മൾ ഒരു പക്ഷേ നമ്മൾ ശീലിച്ചു വരുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല നമ്മൾ പോകുന്ന സ്ഥലം ഇല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന്റെ സ്പേസ് എന്ന് പറയുന്നത്. അപ്പം ആ 2 പേർ തമ്മിലുള്ള കാര്യത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ലെങ്കിൽ ആ പാർട്ട്ണറിന്റെ ജീവിത സാഹചര്യങ്ങളിൽ അവസ്ഥകളിലൊക്കെ ചിലപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരും. പക്ഷെ ചുറ്റുമുള്ള എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ വീട് വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരണം എന്നൊക്കെയുള്ള ഒരു അവസ്ഥ എന്തുകൊണ്ട് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ചിന്തിക്കുന്നത്. അതൊരു ബേസിക് റിക്വയർമെന്റ് ആണെന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. ഇപ്പം 2 അഞ്ജുവിന്റെ ഓഡിയോ മ്യൂട്ടായതാണ്. എന്തായാലും പെൺകുട്ടികൾ കാണണ്ടേ ആൺവീട് എന്നുള്ളതാണ് ന്യൂസ് 18ന്റെ പുതിയ ക്യാമ്പയിൻ. അതിഥിയെ നമ്മളോടൊപ്പം അഞ്ജുവും ക്രിസ്റ്റിയുമാണ് ഉള്ളത്. ഇവർ പെണ്ണുവീടും ആണുവീടും കണ്ട് വിവാഹത്തിലേക്ക് കടന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്തയാണ്, ഓൺലൈനിലൊക്കെ വലിയ ചർച്ചയായ വൈറലായ ഒരു വാർത്തയാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിനിലേക്ക് ന്യൂസ് 18നെ, അതായത് വരന്റെ വീട് ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹത്തിന്റെ അന്ന് പിണങ്ങി തിരികെ വീട്ടിലെത്തിയ ഒരു യുവതിയുടെ വാർത്ത. അത് വലിയ ചർച്ചാ വിഷയമായി സോഷ്യൽ മീഡിയയിൽ. അതിന്റെ ബേസിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിനിലേക്ക് ന്യൂസ് 18 കടക്കുന്നത്. ക്രിസ്റ്റി മഞ്ജുവും വീണ്ടും ചേരുന്നുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആളുകളുടെ ചിന്താഗതി, അതായത് ആ സൗകര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ എന്താണ് എന്നുള്ള ചിന്താഗതി, അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഇപ്പോഴും ചിന്തിക്കുന്നത്? ഇപ്പം നമുക്കൊരു ജനറേഷനെ ഒറ്റയടിക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എന്റെ ഒരു ഇതിന് മുന്നത്തെ ഒരു ജനറേഷൻ ആണെങ്കിൽ അവരുടെ കല്യാണത്തിന് അതിന് മുന്നത്തെ ആളുകൾ ജനറേഷൻ തീരുമാനമെടുത്തു, അവരുടെ കല്യാണം അവരുടെ ആഗ്രഹപ്രകാരം നടത്തി. ഇപ്പം ഞങ്ങളുടെ കല്യാണം ഞങ്ങളുടെ പേരൻസിന്റെ ആഗ്രഹപ്രകാരം അങ്ങനെയൊക്കെ ആയിരിക്കും ഈ സാധനം പോകുന്നത്. നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ആഗ്രഹം എന്നുള്ളൊരു സമയത്ത് അവരുടെ ഈഗോ ഹർട്ട് ചെയ്യാതെ അത് അവരെയും കൂടെ മനസ്സിലാക്കിപ്പിച്ച് അത് ഒരു ബ്ലോക്ക് എന്നുള്ള രീതിയിലല്ലാതെ അവരെയും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്ത് അത് ഫില്ല് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന്. പിന്നെ കുറച്ച് പാടാണ് ഒരു കൺവിൻസ് ചെയ്തെടുക്കാൻ പല ഇതില്. പക്ഷെ നമ്മളൊരു
ചേഞ്ച് വരുമ്പം എപ്പോഴും ഒരു ചേഞ്ച് അത്ര എളുപ്പമായിരിക്കത്തില്ല. കുറച്ച് എഫേർട്ട് നമ്മളായിട്ട് ഇടുന്നു. ഞങ്ങളും ഇതേപോലെ കുറച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിട്ട് തോന്നുന്നു. ആ സമയത്ത് എല്ലാരും പറയാം നമുക്ക് എല്ലാരും മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും കുറെയൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താം. കാരണം നമ്മൾ ഇപ്പോഴേ ആ ഇനീഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോഴും ഈ പറഞ്ഞ പോലെ പുറകിലായി പോകും. ഇതിപ്പോ ഒരുപാട് വിമർശനങ്ങൾ, ഇപ്പൊ നല്ല വാക്ക് പറയുന്നതിലധികം പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയാസ് എടുത്ത് നോക്കുമ്പോൾ അതിനടിയിൽ വരുന്ന എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ നേരിടേണ്ടി വന്ന ഏറ്റവും മോശമായിട്ടുള്ള കമന്റ്, അല്ലെങ്കിൽ ഏറ്റവും ഇത് ഭയങ്കര എന്താ പറയാ നോർമലായിട്ട് ചിന്തിക്കാത്ത ഒരാളുടെ കമന്റ് ആണ് എന്ന് തോന്നിയിട്ടുള്ള ആ ഒരു കമന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രതികരണം ഏതായിരുന്നു? നമ്മൾ അതിന്റെ പുറകെ നിൽക്കുമ്പോഴല്ലേ നമുക്കത് നേരിടേണ്ടി വരുന്നത്. അതവര് ഓരോ അവരുടേതായ വ്യൂസ് അവിടെ ഷെയർ ചെയ്യുന്നു, അതിനെ കുറെ പേര് ഡിഫെൻഡ് ചെയ്യുന്നു, കുറെ പേര് അറ്റാക്ക് ചെയ്യുന്നു. അതവിടെ അതിലിടെ നടന്നോട്ടെ. അല്ല, ഇത് സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇതിനെ വലിയ, ഇതിപ്പോ പറഞ്ഞതുപോലെ കമന്റിന്റെ കാര്യം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പ്രതികരണങ്ങളുടെ കാര്യം പറയുന്നത് പോലെ വലിയ സംഭവമാക്കി മൈൻഡ് ചെയ്യേണ്ട, നമ്മുടെ ലൈഫ് നമ്മൾ ജീവിച്ചു പോകുന്നു. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ, ഇപ്പം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത് പോലെ എന്തെങ്കിലും പ്ലാൻ, ഇതിലൊരു മാറ്റം വരണം, ആൺവീട് കാണണം, ഇല്ലെങ്കിൽ ആണിന്റെ സാഹചര്യങ്ങൾ കൃത്യമായിട്ട് പെണ്ണറിഞ്ഞിരിക്കണം ഒരു ലൈഫിലേക്ക് കടക്കുമ്പോൾ എന്നൊക്കെയുള്ള തരത്തിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും പ്ലാൻസ്, ഇല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുക, ബോധവൽക്കരണം, അങ്ങനെയുള്ള എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? ഞങ്ങളുടെ വ്യൂസ് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഞങ്ങളുടെ ലൈഫ്. അത് ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എന്തൊക്കെയാണോ ആ രീതിയിൽ. ഇപ്പൊ അഞ്ജുന് അഞ്ജുടേതായ വ്യൂസ് ഉണ്ട്, എനിക്ക് എന്റേതായ വ്യൂസ് ഉണ്ട്. ഞങ്ങൾ എന്നും അത് ഷെയർ ചെയ്ത് ഏതാണോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആ രീതിയിൽ പോവാന്നേ ഉള്ളൂ. ഇൻഡിവിജ്വൽ എല്ലാവരെയും ഇൻഡിവിജ്വൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഒരു വിവാഹം എന്ന് പറയുമ്പം അതിന്റെ അകത്ത് ഫാമിലീസ് ഇൻവോൾവ് ആണ്. അതിൽ കൂടുതൽ വിവാഹം കഴിക്കുന്ന രണ്ട് വ്യക്തികളാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അവരുടെ ലൈഫാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവരുടെ ഒപ്പീനിയൻസിന് എപ്പോഴും പാരന്റ്സ് ആണെങ്കിലും ബന്ധുക്കാരാണെങ്കിലും സമൂഹമാണെങ്കിലും അവരുടെ ഒപ്പീനിയൻസിനെ മാനിക്കുക. അവർ രണ്ടുപേരും ഇൻഡിവിജ്വൽസ് ആയിട്ട് കണക്കാക്കുക. ഈവൻ പെൺകുട്ടിയാണെങ്കിലും അവരുടെ പാരന്റ്സിന്റെ തീരുമാനങ്ങൾക്ക് അപ്പുറത്ത് അവൾക്കൊരു തീരുമാനമുണ്ട്, അവൾക്ക് കാഴ്ചപ്പാടുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിപ്പോ ഇന്നിപ്പം ഉച്ചയ്ക്ക് ഒരു വാർത്ത വന്നത് കൊല്ലത്ത് ഒരു ഗർഭിണിയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന ആത്മഹത്യകൾ, അതായത് ആ പരിസരമോ ആളുകളോ ആയിട്ട് ഒത്തുപോകാൻ കഴിയാതെ യാതൊരു ബന്ധവുമില്ലാതെ പെട്ടെന്നൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നുള്ള കേസസ് ഒരുപാടാണ്, കൂടിക്കൂടി വരികയാണ്. അപ്പം ഇതിന് വലിയൊരു മാറ്റം വരുത്താൻ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾക്ക് സാധിക്കില്ലേ? സാധിക്കും. ഇപ്പം എനിക്ക് തന്നെ കല്യാണത്തിന്റെ സമയത്ത് ഒരുപാട് ആശങ്കകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുതിയൊരു എൻവയൺമെന്റ് ആണ്, പുതിയ ആളുകളാണ്, അവരുടെ രീതികൾ എന്താണ്, അവിടെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഇതിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് കുറെ ടെൻഷൻസും ആങ്സൈറ്റിയും ഉണ്ടായിരുന്നു. അപ്പം ഞാനെല്ലാം ക്രിസ്റ്റിയുടെ അടുത്ത് സംസാരിക്കുകയും ക്രിസ്റ്റിയുടെ അടുത്ത് വീട്ടുകാരുടെ അടുത്താണെങ്കിലും സംസാരിക്കുകയും അവരുടെ സാഹചര്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സും എപ്പോഴും ക്രിസ്റ്റി എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. അവരുടെ വീട്ടുകാരുടെ അടുത്താണെങ്കിലും എന്നെ ആ ഒരു എൻവയൺമെന്റിലേക്ക് അലൈൻ ചെയ്യാനുള്ള ശ്രമം ക്രിസ്റ്റിയുടെ അടുത്തും അവരുടെ വീട്ടുകാരുടെ അടുത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിക്ക് പെട്ടെന്നൊരു ദിവസം കല്യാണം കഴിച്ച് ചെന്ന് കയറുമ്പോഴാണ് ഫസ്റ്റ് ടൈം എല്ലാരെയും കാണുന്നത്, അല്ലെങ്കിൽ ആ വീട് കാണുന്നത്. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് നോക്കുക. എനിക്ക് തോന്നുന്നത് ഒരു ഓൾമോസ്റ്റ് എല്ലാ പെൺകുട്ടികളെ സംബന്ധിച്ചിട്ടും ഈ വിവാഹം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് പോകുക എന്നുള്ള പ്രോസസ്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കും. അപ്പൊ അതിന് ഒരു ബന്ധമില്ലാത്തൊരു വീട്ടിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലുന്ന ഒരു ഫീൽ വരാത്ത രീതിക്ക് അവരെയും കൂടി എല്ലാ പ്രോസസ്സിലും ഇൻവോൾവ് ചെയ്യിച്ച് ബാക്കി വീടും വീട്ടുകാരും ഒക്കെ പരിചയപ്പെടാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു അവസ്ഥ പറഞ്ഞാൽ ഇപ്പോൾ വിവാഹത്തിന് മുമ്പൊക്കെ പരസ്പരം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കിട്ടിയിട്ട് കുറച്ചു കാലം ആവുന്നതേ ഉള്ളൂ. അപ്പം പെണ്ണ് വീട് കാണൽ എന്നതിന്റെ അപ്പുറത്തേക്ക് ഇനിയിപ്പോൾ അത് ഒരുപാട് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ആൺവീട് കാണലിനെ കുറച്ചുകൂടിയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലേ? എന്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടും വേണം. ഇപ്പം നമ്മള് സ്ത്രീധനം ഒഴിവാക്കി പുരുഷധനം കൊണ്ടുവരണം, അതല്ലല്ലോ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത്. ഇപ്പൊ സ്ത്രീധനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റമേ നമ്മൾ എടുത്തു കളഞ്ഞ സംഭവമാണ്. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആൺവീട് കാണുക എന്നുള്ളത് പെൺവീട് കാണുന്നതിന് ഒരു റീപ്ലേസ്മെന്റ് ആയിട്ടല്ല, രണ്ടും വേണം. രണ്ട് സാഹചര്യങ്ങളും മനസ്സിലാക്കണം. രണ്ട് വീട്ടുകാരും രണ്ട് സാഹചര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ.
ക്രിസ്റ്റിക്ക് എന്താണ് ഇപ്പം നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ ഇത്തരത്തിൽ ഇവിടെ നടക്കുന്ന ഒരുപാട് ആചാരങ്ങൾ, ഒരുപാട് നമ്മൾ ആചാരങ്ങൾ എന്ന് വിളിച്ചു പോരുന്ന ഒരുപാട് മണ്ടത്തരങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വിവാഹത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടി ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ അത് നല്ലതല്ല, ഇല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് അങ്ങനെ വീട്ടിൽ പോകുന്നത് നല്ലതല്ല, നിങ്ങൾ കാണുന്നത് നല്ലതല്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് എത്ര വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ കല്യാണക്കാര്യം പറയുമ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പേടിയോടുകൂടി ഒരു മനോഭാവമാണ്. ഇപ്പം ഒരു 10-22 വയസ്സ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഇപ്പൊ ആൺപിള്ളേരെ സംബന്ധിച്ചുള്ള അത്ര ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പെൺപിള്ളേർ അത് എന്റെ പൊന്നി വേണ്ടാന്ന് പറഞ്ഞ് മാക്സിമം സ്കിപ്പ് അടിക്കാൻ നോക്കുന്ന മെന്റാലിറ്റിയാണ്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെയൊക്കെ ഞാനും പോണല്ലോ എന്ന്, അതായത് അവര് കണ്ടിട്ടുള്ള ഇത് വെച്ചിട്ടായിരിക്കും അവർക്ക് ഈ പേടിയൊക്കെ കിടന്നില്ല. അതായത് അവരുടെ ഒരു ഫ്രീഡത്തിനുള്ള റെസ്ട്രിക്ഷൻ, അങ്ങനെ പല കാര്യങ്ങളുമാണ് അതിൽ മെയിൻ ആയിട്ട് വന്നേക്കുന്നത്. ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു ദിവസം. ഈ ആചാരങ്ങളും പരിപാടിയും ഒക്കെ ഓൾമോസ്റ്റ് 90%, അതായത് ആകപ്പാട് ഒരു 3 ആചാരപരമായ സാധനം ഉണ്ടെങ്കിൽ കയ്യിൽ നിന്ന് ഓരോ സ്ഥലത്ത് കണ്ടു പഠിച്ചതും ഒക്കെ ആയിട്ട് ഇട്ടിട്ട് നമ്മൾ അതൊരു 15 എന്തോരോ ആചാരം ഉണ്ടോ അത്രയും വലിയ തറവാടിയാണ് എന്നുള്ളൊരു കോമ്പറ്റീഷൻ സ്കീമിലാണ് ഇപ്പം കാര്യങ്ങൾ നടക്കുന്നത് പലരും. അപ്പത്തേന് ആ ഒരു ഇത് അതേപോലെ തന്നെ നടന്നില്ലെങ്കിൽ ഇത് വലിയ ദോഷമോ പ്രശ്നമോ എന്നും പറഞ്ഞിട്ട് അന്നത്തെ ദിവസം മനസ്സും മടുപ്പിച്ച് അങ്ങനെ ഒരു ദിവസമായിട്ടാണ് കല്യാണ ദിവസം ഇപ്പം വന്ന് പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇപ്പം കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഒരുപാട് ഇപ്പം രജിസ്റ്റർ മാരേജ് ഇല്ലെങ്കിൽ ആ കല്യാണത്തിന് വേണ്ടി വെച്ചിരുന്ന ഫണ്ട് എടുത്ത് വേറെ നല്ല കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ കാണുന്നുണ്ട്. അതേപോലെ പേരൻസ് ആണെങ്കിൽ പോലും കുറെയൊക്കെ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബോധമുള്ള പേരൻസിനെ നല്ല സമൂഹം എന്ന് വെച്ചാൽ അങ്ങനെ ആയി വരുന്നുണ്ട് കുറച്ചു പേരൊക്കെ. അപ്പൊ ആ ഒരു പ്രോഗ്രസീവ്, അതായത് പ്രോഗ്രസീവ് ആയിട്ട് നമ്മൾ എപ്പോഴും തിരിഞ്ഞു നോക്കി ജീവിക്കുവാണെങ്കിൽ എപ്പോഴും തിരിഞ്ഞ് തന്നെ നമ്മൾ പുറകെ കിടന്ന് വട്ടം കറങ്ങത്തേ ഉള്ളൂ, ഈ പട്ടി പാലി അടിക്കാൻ നടക്കുന്ന പോലെ. അപ്പൊ നമ്മൾ മാക്സിമം ഫ്രണ്ടിലോട്ട് നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. നമ്മളെ മലയാളികൾക്ക് അത്യാവശ്യം ഭയങ്കര കേപ്പബിലിറ്റി ഉള്ള ടീംസാണ്. അപ്പൊ അത് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുവാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും പല കാര്യത്തിനും മാതൃകൾ സെറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ. അപ്പൊ നമുക്ക് ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു ബെറ്റർമെന്റ് ഉണ്ടാവും. ഒരു ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പം ഒരിക്കലും നമ്മളിപ്പം ഞാനൊരു കാര്യം പറയുന്ന വേറെ അയാൾക്കത് അക്സെപ്റ്റ് ചെയ്ത് അയാൾക്കത് ശരിയാണെന്ന് തോന്നിയാൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അത് അയാളുടെ രീതിയിൽ അത് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് ചെയ്യുന്നു അഞ്ജു ക്രിസ്റ്റി, എന്താ ചെയ്യുന്നത്? ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഞാൻ ബിഗ് 4 വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പം. ഞാൻ രാജഗിരി കോളേജ് എറണാകുളത്ത് കാക്കനാട് പഠിപ്പിക്കുകയാണ്. ശരി, എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. ഞങ്ങളും കാണണ്ടേ ആൺവീട്? ഈ ചോദ്യം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല, നാളെയും തുടരും. ആൺവീട് കാണാത്ത വധുവിന്റെ മാനസിക സംഘർഷങ്ങൾ, ആൺവീട് കണ്ടവരുടെ ആത്മവിശ്വാസങ്ങൾ എല്ലാം വിശദമായി പരിശോധിക്കും. നാളെ വീണ്ടും ഇതേ സമയം കാണണം. ഞങ്ങളും കാണണ്ടേ ആൺവീട്. +1,200 reporters. 2024 elections, hoping that the Congress will do better because they only have 2 MPs right now. They want to better it to 10 when they go to elections. Right. രോഹിണി, ER രാഗേഷ് കൊള്ളാം, 50-50 ഫോർമുല ആർക്കും പരാതിയില്ലാതെ പരിഹരിച്ചു എന്ന് പറയാം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. DK ശിവകുമാർ ലോയൽ, ഒരിക്കലും ഹൈക്കമാൻഡ് പറയുന്നതിനപ്പുറത്തേക്ക്, അത് ഹൈക്കമാൻഡ് AICC പ്രസിഡന്റ് മാറിയാലും ഗാന്ധി കുടുംബത്തോടുള്ള അചഞ്ചലമായ കൂറ് എന്നും കാണിച്ചിട്ടുള്ള നേതാവാണ് DK ശിവകുമാർ. പക്ഷേ ഒരു ജനതാ ഒരു ബാക്ക്ഗ്രൗണ്ടുമായി വരുന്ന സിദ്ധരാമയ്യയെക്കുറിച്ച് അങ്ങനെ ഉറപ്പിച്ച് പറയാനാവില്ല. ഇത്രയും വലിയൊരു വിജയം സമ്മാനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് മുന്നിൽ നിന്ന് നയിച്ചിട്ടും അതിനുള്ള അംഗീകാരം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ കരുത്ത് കാട്ടാൻ സിദ്ധരാമയ്യ മുതിർന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രശ്നത്തിലാവും. ഇതൊക്കെ പറയുമ്പോഴും ഈ 50-50 ഫോർമുല ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ്. കോൺഗ്രസിന് മധ്യപ്രദേശിലും ഹിമാചലിലും ഛത്തീസ്ഗഡിലും ഇപ്പോൾ രാജസ്ഥാനിലും ഈ 50-50 ഫോർമുല അത് നടപ്പാക്കിയത് കൊണ്ടോ നടപ്പാക്കാത്തത് കൊണ്ടോ കോൺഗ്രസ് അനുഭവിക്കുന്ന ഭരണം കൈവിട്ടുപോയി. രാജസ്ഥാനിൽ ഇനി എന്താവും അറിയില്ല. ഇപ്പോഴും വളരെ സജീവമാണ്. സച്ചിൻ പൈലറ്റ് യാത്ര നടത്തുന്നത് ഛത്തീസ്ഗഡ് അനുഭവം ഉള്ളത് കൊണ്ട് ഈ ഒരു 50-50ലേക്ക് പോവോ എന്നുള്ളതാണ് വലിയ ചോദ്യം. 50-50 എന്ന് പറയുമ്പോൾ ഊഴം കാത്തിരിക്കുന്ന ഒരാള്, ഊഴം വിട്ടുകൊടുക്കാത്ത ഒരാള്, ഇതൊക്കെ നാളെ എന്താകും എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയല്ലേ?
തീർച്ചയായും കാരണം ഇതിന് സമാനമായ സാഹചര്യം തന്നെയായിരുന്നു 2018 രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒപ്പം തന്നെ മധ്യപ്രദേശിലും 3 തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് നടന്നത്. അന്ന് ഈ 3 സംസ്ഥാനങ്ങളിലും സമാനമായ സാഹചര്യമുണ്ടായി. അതിൽ സച്ചിൻ പൈലറ്റ് ഉപമുഖ്യമന്ത്രിയാകാൻ തയ്യാറായി. സിന്ധ്യ പക്ഷേ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്നാണ് അന്ന് പറഞ്ഞത്. പകരം PCC അധ്യക്ഷ സ്ഥാനവും നൽകാൻ തയ്യാറായി. അങ്ങനെയാണ് സിന്ധ്യ പാർട്ടി വിട്ടു പോകുന്നത്. ഛത്തീസ്ഗഡിലും TS സിംഗ്ദേവും ഒപ്പം തന്നെ ബഘേലും തമ്മിൽ സമാനമായ വടംവലി അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവിടെ ഭൂപേഷ് ബഘേൽ തന്നെ മുഖ്യമന്ത്രിയായി തുടരുകയാണ്. അപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ ഒരു ഫോർമുല വന്നാൽ പോലും അത് കോൺഗ്രസിനുള്ളിൽ കർണാടക കോൺഗ്രസിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞതുപോലെ 2 വർഷമെന്ന് സിദ്ധരാമയ്യ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ പോലും 2 വർഷം കഴിഞ്ഞാൽ എന്ത് നിലപാട് സിദ്ധരാമയ്യ സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹം മത്സരിക്കില്ലല്ലോ. ഇതിപ്പോ അവസാനത്തെ മത്സരമാണ് എന്ന് കൂടി പറഞ്ഞല്ലോ. അപ്പൊ മാറിക്കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത് എന്തായാലും തീർന്നിട്ടില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും അത് ഇനി കർണാടക കോൺഗ്രസിലടക്കം ഏതൊക്കെ തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് അത് വരാനിരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഹൈക്കമാൻഡിന് മുമ്പിൽ ഇപ്പോഴുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ്. കാരണം വലിയ വിജയം 99-ന് ശേഷം അല്ലെങ്കിൽ 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ വിജയം സംസ്ഥാനത്ത് നേടുമ്പോൾ അതിന്റെ ശോഭ കെടുത്താതെ ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് തീർന്നില്ല. ഇതാ പുതിയ വാർത്ത വരുന്നു. ഈ DK സിദ്ധരാമയ്യ പോര് ഇങ്ങനെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ ഇതാ അടുത്ത പോർമുഖം തുടർന്നിരിക്കുന്നു. G പരമേശ്വരയുടെ അനുയായികൾ. G പരമേശ്വരയെ മുഖ്യമന്ത്രിയാക്കണം. ഒരു ദളിത് മുഖ്യമന്ത്രി കർണാടകയ്ക്ക് ഉണ്ടാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തുമക്കൂരു സിറ്റിയിൽ പരമേശ്വരയുടെ അനുയായികൾ ഒത്തുചേർന്നു. അദ്ദേഹത്തിന്റെ ചിത്രവും വഹിച്ച് മുദ്രാവാക്യങ്ങൾ മുഴക്കി ദളിത് മുഖ്യമന്ത്രി എന്നുള്ള ആവശ്യവുമായി G പരമേശ്വരയുടെ അനുയായികളും ഇതാ രംഗത്തെത്തിയിരിക്കുകയാണ്. G പരമേശ്വര നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2013-ലൊക്കെ അന്ന് PCC അധ്യക്ഷനായിരുന്നു G പരമേശ്വര. അന്ന് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കർണാടകയിൽ സസ്പെൻസ് തുടരുന്നു. കർണാടക മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സിദ്ധരാമയ്യയ്ക്ക് സാധ്യത കൂടുതലെങ്കിലും DK ശിവകുമാർ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഇരു നേതാക്കൾക്കും സ്വീകാര്യമായ ഫോർമുലയാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. കർണാടക തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കാൻ കഠിന പ്രയത്നം നടത്തിയ DK ശിവകുമാർ പാർട്ടിയിൽ നിന്ന് ഒരു പിറന്നാൾ സമ്മാനം പ്രതീക്ഷിച്ചിരുന്നു, മുഖ്യമന്ത്രി സ്ഥാനം. തന്റെ ജോലികൾ കഴിഞ്ഞു, ഇനിയെല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട്. My party high command will take its call. I have not decided to go to Delhi. Still. തിരഞ്ഞെടുപ്പ് വരെയുള്ള തന്ത്രങ്ങൾ DK ശിവകുമാർ ആസൂത്രണം ചെയ്തപ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങൾ കൂടി സിദ്ധരാമയ്യ കണക്കുകൂട്ടി. DK ശിവകുമാറിനായി ഒക്കലിക സമുദായത്തിൽ നിന്ന് സമ്മർദ്ദമുണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടാകണം മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ള MLA-മാരെ ഒപ്പം നിർത്താൻ സിദ്ധരാമയ്യ പ്രത്യേകം ശ്രദ്ധിച്ചത്. എല്ലാ കാര്യങ്ങളും ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നാണ് സിദ്ധരാമയ്യയുടെ നിലപാട്. ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണയുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് സിദ്ധരാമയ്യ. ശിവകുമാറിനെ അനുനയിപ്പിക്കുക എന്നതാണ് കോൺഗ്രസിന് മുന്നിലെ ഇപ്പോഴത്തെ പ്രധാന വെല്ലുവിളി. ഇരുവിഭാഗത്തിനും സ്വീകാര്യമായ ഒരു ഫോർമുല ഒരുക്കുക എന്നത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായ ഒരു കാര്യവുമല്ല. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം മനു ഭരത്, ന്യൂസ് 18 ബംഗളൂരു. ഡൽഹിയിലാണ് ഇനി നിർണായക ചർച്ചകൾ നടക്കുക. ഡൽഹിയിലെത്തിയ ACC നിരീക്ഷകർ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. സിദ്ധരാമയ്യയ്ക്ക് പുറമെ DK ശിവകുമാറും വൈകിട്ട് ഡൽഹിയിലെത്തും. മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് G പരമേശ്വരയുടെ അനുയായികളും രംഗത്ത് വന്നിട്ടുണ്ട്. മനു ഭരത് ചേരുന്നു. മനു, ഈ പരമേശ്വരയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരുപാട് പേര് ഈ മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ മന്ത്രിസ്ഥാനവും ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അത് കർണാടകയിൽ അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അന്തിമ തീരുമാനം ഡൽഹിയിലാണ്. ഹൈക്കമാൻഡിന് നിരീക്ഷകർ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇവരെ കാണുന്നുണ്ട്. വരുന്നില്ലെന്ന് പറഞ്ഞ DK ശിവകുമാറും ഡൽഹിയിലേക്ക് എത്തുന്നു. എന്തൊക്കെ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? വിവരങ്ങൾ. ഷിപ്പ്യാർഡിലെ ആദ്യ ബാച്ച് ജീവനക്കാരുടെ കുടുംബ സംഗമം കൊച്ചിയിൽ നടന്നു. 1973-ലെ ആദ്യ ബാച്ചിലെ 60 പേരാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചിയിൽ ഒത്തുചേർന്നത്.
കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ആദ്യ ബാച്ച് ജീവനക്കാരുടെ സംഗമം ശ്രദ്ധേയമാകുന്നത് സൗഹൃദങ്ങളുടെ കാലപ്പഴക്കം കൊണ്ടാണ്. 50 വർഷം മുൻപ് ഒന്നിച്ച് ജോലി ചെയ്തവരാണ് വീണ്ടും ഒത്തുകൂടിയത്. പ്രായത്തിൽ വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ടെങ്കിലും മനസ്സിലും ശരീരത്തിലും അതില്ല. ഞങ്ങളുടെ റാണി പത്മിനിയുടെ ആദ്യത്തെ അതിന് മുമ്പ് തന്നെ ഉള്ള ശാല, കൊഷിയ എന്നുള്ള ചെറിയ ചെറിയ കപ്പലുകൾ ഉണ്ടാക്കിയാണ് പഠിച്ചത്. വീണ്ടും അതിനുശേഷം ഞങ്ങൾ റാണി പത്മിനിയിലേക്ക് കയറി റാണി പത്മിനി നിർമ്മാണം പൂർത്തിയാക്കി കടലിലിറക്കി. വീണ്ടും അതിനെ തുടർന്ന് ഏതാണ്ട് 10-35ഓളം ഷിപ്പുകൾ ഇന്നലെ വരെ കണക്ക് കൂട്ടുമ്പോൾ ഇതിനകത്ത് നിർമ്മാണം പൂർത്തിയാക്കി ഇറങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ ഒരുപക്ഷെ തുടക്കം കുറിച്ചത് ഞങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. മക്കളും പേരക്കുട്ടികളുമായി എത്തിയവർ ഏറെ. ഈ അപൂർവ ഒത്തുചേരലിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവെച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ചെയർമാൻ മധു എസ് നായർ. നമ്മൾ എപ്പോഴും പറയില്ലേ, ഒരു ഹ്യൂമൻ ബീയിങ്സിന് നിറകിൽ കൈവച്ച ഒരു അനുഗ്രഹം വേണമെന്ന് പറയുന്ന പോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഞങ്ങളെല്ലാം ഇന്ന് വിശ്വസിക്കുന്നത് ഈ ബാച്ചും അത് കഴിഞ്ഞുള്ള ബാച്ചസിൻ്റെയും ആ അനുഗ്രഹം നിറകിൽ ഉണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ വീണ്ടും ഒരുമിച്ച് വരാൻ കഴിയുന്നതെല്ലാം വലിയ ഭാഗ്യമുള്ള കാര്യങ്ങൾ. അതെല്ലാം ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ബിയോണ്ട് വേർഡ്സ് ടു എക്സ്പ്ലെയിൻ. വളരെ സന്തോഷമുള്ള കാര്യം. ന്യൂസ് 18 കൊച്ചി.